ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും ഗൈസ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല ഇന്നത്തെ പരിപാടീസ് എന്തൊക്കെയാണെന്നുള്ളത്. യെസ്, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ചിക്കൻ ഉണ്ടാക്കലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അമ്മമ്മയും കുട്ടിയും കൂടെ കഴുകി വെളുപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാച്ചും കുക്കും മുക്കപ്പാടെ ഭയങ്കര കളിയാണ് കേട്ടോ. ഇപ്പം മുടി കെട്ടിക്കാൻ പോയിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഇവിടെ അന്തമിട്ട കുന്തത്തിനെ പോലെ അതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ കൊക്കുവിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ചിക്കൻ വരുന്നില്ല. അപ്പോൾ കഴിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആദ്യം സവാളയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചു. സവാള, വെളുത്തുള്ളി, ഇഞ്ചി നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, തക്കാളി, പച്ചമുളക്, ചിക്കന് വേണ്ട എല്ലാ ഐറ്റംസും എടുത്തു. ഓക്കെ, നമ്മൾ ചെമ്പ് വെച്ചു, എണ്ണ ഒഴിച്ചു, ഉള്ളിയിട്ടു, വയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഭയങ്കര അവിടെ എന്തൊക്കെ പരിപാടിയിലാണ്. തക്കാളി കട്ട് ചെയ്തു, നമുക്ക് അതിട്ട് കൊടുക്കാം. ഓക്കെ, നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് എന്നെ ഇളക്കി സഹായിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. സവാള ഗിരിഗിരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ച് നമുക്കിതിലേക്ക് എന്തൊക്കെ ഇടണം നോക്കാം. ഇതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിക്ക് അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടി ഇട്ടു. അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. എന്താ ഒന്നും കൂടെ ഇളക്കണം. എല്ലാം പാടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഗൈസ്. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഓക്കെ, ഇനി നന്നായിട്ട് ഇളക്കാം. കരിയാതെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നമ്മൾ ഇളക്കി ഇനി അതിലേക്ക് നമുക്ക് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, എന്തെങ്കിലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ ചതച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പേസ്റ്റ് ആക്കാറില്ല, ഓൺലി ചതയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അപ്പോൾ എന്തായി നോക്കാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ. ഇതാ അവിടെ രണ്ടാളെയും കൂടെ എന്തൊക്കെ കാട്ടുന്നുണ്ട്. എനിക്ക് പിന്നെ ഇന്ന് ഫുൾ ഓണാണ്. അച്ഛനുള്ളതുകൊണ്ട് ഇന്ന് ഫുൾ ഓട്ടാണ്. ചാച്ചു പിന്നെ പറയണ്ട, രണ്ടാളും നല്ല മത്സരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് കറിവേപ്പ് പൊട്ടിക്കാൻ പോവുകയാണേ. ഇത് നമ്മുടെ വീട്ടിലത്തെ നാടൻ കറിവേപ്പ്. കണ്ടില്ലേ ഗൈസ്, കഴുകി വൃത്തിയാക്കി നമുക്കത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഈ ഒരു കളറ് വരണം കേട്ടോ. അതുവരെ നമ്മളതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ, അപ്പം നമ്മളത് ഇളക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ലേശം വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു,
കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇതപ്പോൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെക്കാം ഗൈസ്. അടച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഏകദേശം എന്താ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിച്ചു. നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് എല്ലാം ഉണ്ടോയെന്ന് എൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം എല്ലാം സെറ്റാണ് കേട്ടോ, എല്ലാം സെറ്റാണ്. ഇനി കുറച്ചുകൂടെ ഇനി ഇതാവുന്നേ ഉള്ളൂ. ചായ വയ്ക്കാനുള്ള ടൈമായപ്പോൾ ഞാൻ അവിടെ ചായ വയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഇനി നമുക്ക് ചിക്കൻ വെന്തോന്ന് ഒന്നും കൂടെ നോക്കാം. കുക്ക് എന്നെ വന്ന് എന്തോ വിളിക്കുന്നുണ്ട്. അവനെ ഇട്ടാപ്പൊട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് കേട്ടോ. കണ്ടില്ലേ, സെറ്റാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പട്ട, ഗ്രാമ്പു, പിന്നെ നമ്മുടെ പെരുംജീരകം ലാസ്റ്റ് കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മളതും കൂടെ പൊടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തു. അതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തു. കറിവേപ്പ്, മല്ലിയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഒന്നുകൂടെ അതൊന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഒരു സപ്പോർട്ട് ചെയ്യണേ. ബൈ.